ഇതൊരു ബ്രൈഡ്സിനും കിഡ്സിനുമൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിയാരയാണ്. ഈ സെയിം ഡിസൈനിൽ തന്നെ ബ്രൈഡൽ ലോങ് ടിയാര ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ ഒരു 3 ഇയർ കിഡിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ടിയാരയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ 0.3 mm സൈസ് വരുന്ന ഗിയർ വയർ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കുറച്ച് ഹാഫ് കട്ട് ബീഡ്സ് ആണ്. ഓവൽ ഷേപ്പിലുള്ള വൈറ്റ് ഹാഫ് കട്ട് ബീഡ്സ് ആണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ ഒരു 12 ഇഞ്ച് ലെങ്ത്തിലാണ് ടിയാര ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. ഗിയർ വയറിൻ്റെ ഒരു എൻഡിൽ നിന്ന് 12 ഇഞ്ച് മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 19 ഇഞ്ചസ് വരെ ഞാൻ അളന്നെടുക്കുന്നുണ്ട്. ഈ 19ൽ വെച്ചിട്ടാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഇലാസ്റ്റിക്കോ അല്ലെങ്കിൽ ലേസോ ടൈ ചെയ്യാനുള്ള ഒരു ഹോളാണ് മേക്ക് ചെയ്യുന്നത്. അത്യാവശ്യം വലുപ്പത്തിലാണ് അത് ചെയ്യുന്നത്. ഇനി അതിന് ഒരു വയർ ഇതുപോലെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം അതിനൊന്ന് ടൈറ്റാക്കി ചുറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് ആ സെൻറ്ററിലേക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കമ്പി കാണാതെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതേ മെത്തേഡ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുവാണ്. ഇതുപോലെ കമ്പി എടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ ടൈറ്റാക്കി ചുറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഒരു 5 ടൈംസ് ആണ് ഈ 2 കമ്പി കൂട്ടിപ്പിടിച്ച് ചുറ്റിയെടുക്കുന്നത്. ഓരോ പ്രാവശ്യവും 5 ടൈംസ് വെച്ചാണ് ചുറ്റുന്നത്. ഇനി വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ ഒരു ഷേപ്പ് ആക്കിയെടുത്തതിന് ശേഷം ചുറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ ഞാനൊരു 8 ബ്രാഞ്ചസ് ആണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇനി ചെയ്യാൻ പോകുന്നത്, ഇതുവരെ സിംഗിൾ ബ്രാഞ്ചായിട്ടാണ് ചെയ്തത്. ഇനി ഒരു സൈഡിൽ തന്നെ 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2 ബ്രാഞ്ച് വരുന്ന രീതിയിൽ ഇതുപോലെയാണ്. ഇനി വീണ്ടും നമ്മൾ 5 ടൈംസ് ചുറ്റിയെടുക്കുന്നു. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ 2 ബ്രാഞ്ച്, വീണ്ടും 5 ടൈംസ് ഇത് ചുറ്റിയെടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഇടയിൽ ഓരോ ബ്രാഞ്ച് വെച്ചാണ് ഇടുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ 2 എന്നുള്ളത് 3 വരെ ആയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഓരോ ബ്രാഞ്ച് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഈ കമ്പിയിൽ ചെയ്തെടുക്കണം. ഓരോ തവണയും ബ്രാഞ്ചസിൻ്റെ എണ്ണം കൂട്ടിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അപ് ടു 7 ബ്രാഞ്ചസ് വരെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യമേ 2 ബ്രാഞ്ച് വെച്ച് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഓരോന്നുള്ള സിംഗിൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 3 എണ്ണം, വീണ്ടും സിംഗിൾ, ശേഷം 4 എണ്ണം, അതിൻ്റെ ഇടയിൽ വീണ്ടും സിംഗിൾ, അതിനുശേഷം 5, 6, അങ്ങനെ ലാസ്റ്റ് 7 ബ്രാഞ്ചസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി അതൊന്ന് അളന്ന് നോക്കണം. ഇപ്പോൾ ഒരു 6 ഇഞ്ച് ആയിട്ടുണ്ട്. എനിക്ക് 12 ഇഞ്ചിൻ്റെ ടിയാരയാണ് വേണ്ടത്. സോ ഇപ്പോൾ ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഹാഫ് ചെയ്യുന്നത് ഇവിടെ വെച്ച് ഇനി 6, 5, 4, 3, 2, 1 എന്നുള്ള രീതിയിൽ ആണ് ചെയ്തെടുക്കേണ്ടത്. സോ ഇവിടെ ഇനി ഞാൻ വീണ്ടും 7 ബ്രാഞ്ചസിൻ്റെതാണ് ചെയ്യുന്നത്. അപ്പോൾ 12 ഇഞ്ച് ലെങ്ത്തിൽ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ ഹോളിൽ നമ്മൾ ഈ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഫസ്റ്റ് വരുന്ന ഹോൾസിലെല്ലാം ഈ വൈറ്റ് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ സിംഗിൾ ബ്രാഞ്ചായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രം ഒരു സിൽവർ സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയാണ്. അതിൻ്റെ എൻഡിൽ ഞാനൊരു ഇലാസ്റ്റിക് കൂടി ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.